നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്ന് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. 1199 മകരമാസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഈ ഒരു മാസം ചില നക്ഷത്രജാതകരെ സംബന്ധിച്ച് ഒരുപാട് നേട്ടത്തിലേക്ക് പോകുന്ന സമയമായിരിക്കും. ഇവർ പ്രതീക്ഷിക്കുന്നതിനും അപ്പുറമുള്ള ഒരു വലിയ കാര്യം ഇവരുടെ ജീവിതത്തിൽ നടക്കും, ഒരു അത്ഭുതപ്പെടുത്തുന്ന കാര്യം. ഈ നക്ഷത്രജാതകർക്ക് ഇനിയുള്ള സമയം വളരെയേറെ നേട്ടങ്ങൾ ഉണ്ടാക്കുന്നതായിരിക്കും. കാരണമുണ്ട്. എല്ലാ ഗ്രഹങ്ങളും കാലാകാലങ്ങളിൽ പരസ്പരം കൂടിച്ചേരുന്നു. അവ മിത്രമായാലും ശത്രുഗ്രഹങ്ങളായാലും ഈ ഗ്രഹങ്ങൾ തമ്മിലുള്ള സംയോജനത്തിൻ്റെ രൂപീകരണം ഭൂമിയിലെ എല്ലാ മനുഷ്യരെയും ബാധിക്കുന്നു. എന്നാൽ ചില നക്ഷത്രജാതകർക്ക് ഇത് വളരെയേറെ ഗുണമാണ്. അതാണ് പറഞ്ഞത്, ജ്യോതിഷപ്രകാരം നീതിയും കർമ്മഫലവും നൽകുന്ന ശനിദേവൻ ഇപ്പോൾ കുംഭരാശിയിലാണ് സഞ്ചരിക്കുന്നത്. ജ്യോതിഷപ്രകാരം അതുമൂലം ചില നക്ഷത്രജാതകർക്ക് വളരെയേറെ നേട്ടമാണ്. അതുപോലെ തന്നെ 2024 മാർച്ചിൽ ശുക്രനും കുംഭം രാശിയിലേക്ക് കടക്കും. മാർച്ചിൽ ശുക്രനും ശനിയും ചേർന്ന് കുംഭത്തിൽ ഒരു സംയോജനം നടക്കും. എന്നാൽ വരുന്ന ജനുവരി മാസം 15-ാം തീയതി മകരമാസം 1-ാം തീയതി മുതൽ ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും പോകുന്ന കുറച്ച് നക്ഷത്രജാതകർ. ഈ നക്ഷത്രജാതകരെ സംബന്ധിച്ച് 30 വർഷത്തിന് ശേഷമാണ് ഇവർക്ക് ഇങ്ങനെയൊരു ഭാഗ്യം വന്നു ചേരുക. ജ്യോതിഷപ്രകാരം ശുക്രൻ്റെയും ശനിയുടെയും ചില സംയോജനങ്ങൾ ഇവരെ അതീവ ഭാഗ്യത്തിലേക്ക് കടത്തും. ഈ രണ്ട് ഗ്രഹങ്ങളുടെ, അതായത് ശുക്രൻ്റെയും ശനിയുടെയും കൂടിച്ചേരലിൻ്റെ ഫലം 12 രാശികളിലും ഫലം കൂടുതലാണ്. 12 രാശിക്കാരെയും ഇത് ബാധിക്കും. ചിലർ ഒരുപാട് സമൃദ്ധിയിലേക്കും സന്തോഷത്തിലേക്കും പോകും. എന്നാൽ മറ്റു ചിലർക്കോ ഇത് അല്പം ദോഷങ്ങളൊക്കെ ചെയ്യും. എന്നാൽ ഗുണാനുഭവം ചെയ്യുന്ന 3 രാശിക്കാരുണ്ട്. ഈ 3 രാശിക്കാരെ സംബന്ധിച്ച് മകരമാസം 1-ാം തീയതി മുതൽ സമൃദ്ധിയാണ് ഫലം. ഇവരുടെ ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളും മാറും. ഇവർക്ക് പെട്ടെന്ന് സാമ്പത്തിക നേട്ടം വന്നു ചേരും. ജീവിതത്തിൽ വലിയ പുരോഗതികൾ വന്നു ചേരും. ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങൾ അനുഭവപ്പെട്ടിരുന്ന ഇവർക്ക് ആ പ്രശ്നങ്ങളൊക്കെ മാറി ഇനി ഒത്തിരി സൗഭാഗ്യങ്ങളും നേട്ടങ്ങളും വന്നു ചേരും. ശനി ശുക്ര സംയോഗത്തിൽ ഭാഗ്യ നേട്ടങ്ങൾ നൽകുന്നവരായിരിക്കും ഇവർ. അതിൻ്റെ ഒരു ഫലമാണ് മകരമാസം 1-ാം തീയതി മുതൽ ഈ നക്ഷത്രജാതകർക്ക് വന്നു ചേരാൻ പോകുന്നത്. 3 രാശിക്കാർക്ക് ഈ ഒരു ഫലം വന്നു ചേരും. ഇവരുടെ ജീവിതത്തിൽ ഇവർ എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടോ അതിനൊക്കെ ഇരട്ടി ഫലമാണ് ഈ ഒരു സമയത്ത് ഈ നക്ഷത്രജാതകർക്ക് വന്നു ചേരാൻ പോകുന്നത്. അതിൽ ആദ്യത്തെ നക്ഷത്രജാതകർ എന്ന് പറയുന്നത് മകയിരവും തിരുവാതിരയും പുണർതവുമാണ്. മകയിരം, തിരുവാതിര, പുണർതം ഇവർക്ക് മിഥുന രാശിക്കാർ, ഇവർക്ക് ഭാഗ്യമാണ്. ഇവരുടെ ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും മാറി ഒരുപാട് സന്തോഷത്തിലേക്ക് ഇവർ പോകും. അതായത് നടക്കാതിരുന്ന പല കാര്യങ്ങളും ഈ നക്ഷത്രജാതകർക്ക് ഈ ഒരു കാലയളവിൽ നടന്നു കിട്ടും. വിവാഹമൊക്കെ മുടങ്ങി നിന്നവർക്ക് വിവാഹം നടക്കും. ചില വാക്ക് തർക്കങ്ങൾ മൂലം എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നവർക്ക് ആ പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടും. ഇവർക്ക് ധനപരമായിട്ട് ഒരുപാട് നേട്ടത്തിലേക്ക് പോകും. സന്താനങ്ങളില്ലാത്തവർക്ക് സന്താനഭാഗ്യം വന്നു ചേരും. വീടില്ലാത്തവർക്ക് വീട് വയ്ക്കുവാനുള്ള ഭാഗ്യം വന്നു ചേരും. ലോണ്, ചിട്ടി ഇവയൊക്കെ അടിക്കുവാനുള്ള യോഗം വന്നു ചേരും. ഒരു ജോലിക്കായി ശ്രമിച്ചവർക്ക് ജോലിയൊക്കെ ലഭിക്കും. അപ്പോൾ മകയിരം, തിരുവാതിര, പുണർതം എന്നീ 3 നക്ഷത്രജാതകർക്ക് ഇനിയുള്ള സമയം സമൃദ്ധിയും സന്തോഷവും അലയടിക്കുന്നതായിരിക്കും അവരുടെ ജീവിതം. ഇവരുടെ ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങൾ വന്നു ചേരും. മിഥുന രാശിയിലെ 9-ാം ഭാവത്തിൽ ശനിയുടെയും ശുക്രൻ്റെയും സംയോഗം രൂപപ്പെടാൻ പോകുകയാണ്. അതിൻ്റെ ഒരു
മുന്നോടിയായി അവരുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായ പല സൗഭാഗ്യങ്ങളും വന്നു ചേരാൻ പോകുന്നു. നിങ്ങൾ മനസ്സിൽ ഇപ്പോൾ വിചാരിക്കുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് നടന്നു കിട്ടും. അതുപോലെ തന്നെ നിങ്ങളുടെ ഇനിയുള്ള കാലഘട്ടത്തിലെ എന്ത് കാര്യത്തിലായി നിങ്ങൾ തീരുമാനമെടുക്കുന്നു, ഇപ്പം വീട് വെക്കണം, അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് വാങ്ങണം, അല്ലെങ്കിൽ ഇപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ട്, ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സാധിച്ചു കിട്ടും. അതാണ് പറഞ്ഞത്, നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നടന്നു കിട്ടും. അതുപോലെ തന്നെ നിങ്ങൾക്ക് വിദേശത്ത് യാത്ര ചെയ്യുവാനുള്ളൊരു യോഗം, ഇന്ത്യയിലാകാം അല്ലെങ്കിൽ വിദേശ രാജ്യത്താകാം, അങ്ങനെ വിദേശത്തേക്കൊക്കെ യാത്ര ചെയ്യാനുള്ള ഒരു അവസരവും നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ നടന്നു കിട്ടും. അതാണ് ഞാൻ പറഞ്ഞത്, 30 വർഷത്തിന് ശേഷമുള്ള സൗഭാഗ്യമാണ് ഇവർക്ക് വന്നു ചേരുന്നത്. 3 രാശിക്കാർക്കാണ്. അതിൽ 9 നക്ഷത്ര ജാതകരിൽ 3 നക്ഷത്ര ജാതകരെ പറഞ്ഞു കഴിഞ്ഞു. അടുത്ത 3 നക്ഷത്ര ജാതകർ അത് കുംഭം രാശിക്കാരാണ്. കുംഭൻ രാശിയിലെ അവിട്ടത്തിനും ചതയത്തിനും പൂരുരുട്ടാതിക്കും നല്ല സമയം എന്ന് പറഞ്ഞാൽ പോരാ, ബഹുകേമമായ സമയം. ശനിയുടെയും ശുക്രൻ്റെയും സംയോജനം അനുകൂലമാണ്. കുംഭൻ രാശിക്കാരുടെ ജാതകത്തിൽ ലഗ്നഭാവത്തിൽ ശനിയുടെയും ശുക്രൻ്റെയും സംയോഗമുണ്ടാകും. അതിലൂടെ നിങ്ങളുടെ വ്യക്തിത്വം മെച്ചപ്പെടും, സമൂഹത്തിൽ ബഹുമാനം വർദ്ധിക്കും, അറിവ് വർദ്ധിക്കും, തികഞ്ഞ ആത്മവിശ്വാസമുണ്ടാകും. കുംഭൻ രാശിയിലുള്ളവരുടെ ജാതകത്തിൽ ശനിദേവൻ ശശമഹാപുരുഷ രാജയോഗം സൃഷ്ടിച്ചിരിക്കുന്നു. അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും. ജീവിതം മാറും, എല്ലാ രീതിയിലും സമൃദ്ധിയിലേക്ക് വന്നു ചേരും. അവിട്ടത്തിനും ചതയത്തിനും പൂരിരുട്ടാതിക്കും ഇനി സൗഭാഗ്യമാണ്. അവിട്ടത്തിനും ചതയത്തിനും പൂരുരുട്ടാതിക്കും ഇനി സമയദോഷത്തിൻ്റെതല്ല, സമയമാറ്റത്തിൻ്റെ സമയമാണ്. ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നടത്തും, ജീവിതത്തിലെ ക്ലേശങ്ങളൊക്കെ മാറിക്കിട്ടും. അതാണ് പറഞ്ഞത്, ഇനിയുള്ള സമയം നിങ്ങളുടെ ജീവിതത്തിൽ വിജയങ്ങൾ ഉണ്ടാകാൻ പോകുന്ന സമയമാണ്. നിങ്ങൾ ഒരു ദേവീ ഭക്തയാണെങ്കിൽ അമ്മേ നാരായണ എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ കുറിച്ചേക്കുക. നിങ്ങൾ ഒരു ഗുരുവായൂരപ്പൻ ഭക്തനാണെങ്കിൽ ഗുരുവായൂരപ്പ എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ കുറിച്ചേക്കുക. തീർച്ചയായും ആ ഒരു സാന്നിധ്യം, ആ ഒരു വാക്ക് ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള വലിയൊരു പ്രയോജനം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും, ഉറപ്പാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഈ 2 രാശിക്കാർക്കും, മിഥുനക്കൂറുകാർക്കും കുംഭക്കൂറുകാർക്കും ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സമയം തന്നെയാണ്. ജീവിതത്തിലെ ക്ലേശങ്ങളൊക്കെ അവസാനിച്ച് ഒരുപാട് ഭാഗ്യത്തിലേക്ക് പോകുന്നു. രാജയോഗം ഇവിടെ വന്നു ചേരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, ശശമഹാപുരുഷ രാജയോഗം അപൂർവമേ ലഭിക്കുകയുള്ളൂ. ജ്യോതിഷം അറിയാവുന്നവർക്കറിയാം. ഈ ഒരു മഹാരാജയോഗത്തിന് ഇവർ എത്തും. ആ എത്തപ്പെടലിലൂടെ ഇവർ രക്ഷപ്പെടും. ജീവിതത്തിൽ ഒരുപാട് മാറ്റത്തിലേക്ക് ഇവർ പോകും. അടുത്തെന്ന് പറഞ്ഞാൽ തുലാക്കൂറുകാർ, ചിത്തിര ചോതി വിശാഖം. ചിത്തിര ചോതി വിശാഖം എന്നീ നക്ഷത്ര ജാതകർക്കും ഭാഗ്യമാണ്. ഇവരുടെ ജീവിതത്തിൽ ഇവർ കഷ്ടപ്പെട്ടിട്ടുള്ളത് വളരെ വലുതാണ്. ആ കഷ്ടപ്പാടുകളും സങ്കടങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ മാറി, ആഭിചാരദോഷങ്ങളുണ്ടെങ്കിൽ അത് മാറി, ഏതെങ്കിലുമൊക്കെ പ്രണയബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ദാമ്പത്യ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങളൊക്കെ മാറി അതൊക്കെ പരിഹരിച്ച് നിങ്ങൾ ഒന്നാകാൻ കഴിയുന്ന സമയമാണ്. വ്യക്തികൾ തമ്മിലുള്ള എന്തെങ്കിലുമൊക്കെ വിരോധങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറി ഒരുപാട് സമൃദ്ധിയിലേക്കും സന്തോഷത്തിലേക്കും പോകാൻ കഴിയുന്ന സമയമാണ്. അപ്പോൾ തീർച്ചയായും ഈ നക്ഷത്രജാതകർക്ക് ഇനിയുള്ള നാളുകൾ വളരെയേറെ അഭിവൃദ്ധിയുള്ളതാണ്. മകരമാസം 1-ാം തീയതി മുതൽ ഇവരുടെ ഭാഗ്യം തെളിയും. ശുക്രൻ അടിക്കും എന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടില്ലേ? ഇവിടെ ശുക്രൻ അടിക്കുന്നത് ഈ 9 നക്ഷത്രജാതകരെ ആണ്. ഇവരുടെ ജീവിതത്തിൽ വലിയ മാറ്റമാണ് വന്നു ചേരുന്നത്. വലിയ മാറ്റം എന്ന് പറഞ്ഞാൽ ആരും ഒന്ന് കൊതിച്ചു പോകുന്ന മാറ്റം, അത്ഭുതപ്പെടുത്തുന്ന ഞെട്ടിപ്പിക്കുന്ന ഒരു മാറ്റം. തീർച്ചയായും ഇവർ ദേവീക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തണം. ഈ മകരമാസം 1-ാം തീയതി മകരപ്പൊങ്കലിൻ്റെ അന്ന് എല്ലാവരും പോയി ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തണം. പ്രത്യേകിച്ച് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി പ്രാർത്ഥനയൊക്കെ നടത്തുക. അതൊക്കെ ഇവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വന്നു ചേരും. ആഗ്രഹങ്ങൾ ഒക്കെ നടക്കും. ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളും മാറി ഈ പറയുന്ന നക്ഷത്ര ജാതകർക്കൊക്കെയും
ഒരുപാട് സമൃദ്ധിയാണ് വന്നു ചേരുന്നത്. മകയിരത്തിനായാലും തിരുവാതിരയ്ക്കായാലും പുണർത്തത്തിനായാലും അവിട്ടത്തിനായാലും ചതയത്തിനായാലും ചിത്തിരയ്ക്കായാലും ചോതിക്കായാലും വിശാഖത്തിനായാലും ഈ പറയുന്ന നക്ഷത്ര ജാതകർക്കൊക്കെയും വളരെയേറെ നേട്ടം വന്നു ചേരും. ആഗ്രഹങ്ങൾ ഒക്കെ നടക്കും. ഒരു ഭാഗ്യ നമ്പർ നിങ്ങൾക്കുണ്ട്. ആ ഭാഗ്യ നമ്പർ പ്രകാരമൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തണം. ആ ഭാഗ്യ നമ്പരൊക്കെ നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ലോട്ടറി എടുത്താൽ പോലും നിങ്ങൾക്ക് അടിക്കും. ഈ ഭാഗ്യ നമ്പരൊക്കെ മനസ്സിലാക്കി നിങ്ങൾ മുന്നോട്ട് പോവുക. നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് സൗഭാഗ്യമാണ്. മകരമാസം 1-ാം തീയതി മുതൽ, അതായത് ജനുവരി മാസം 15-ാം തീയതി മുതൽ, മകരം 1 മുതൽ, മകരപ്പൊങ്കൽ മുതൽ ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കുമാണ് നിങ്ങൾ കടക്കുക. ഇനി നിങ്ങളുടെ നാളുകളാണ്. നിങ്ങളുടെ അഭിവൃദ്ധിയുടെയും നേട്ടത്തിൻ്റെ നാളാണ്. വലിയ സൗഭാഗ്യങ്ങൾ, വലിയ നേട്ടങ്ങൾ നിങ്ങളെ കാത്തിരിപ്പുണ്ട്. അങ്ങനെ വലിയ ഭാഗ്യത്തിലേക്ക്, നേട്ടത്തിലേക്ക് നിങ്ങൾ എത്തട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി, നമസ്കാരം. ఏడుకొండలవాడ వెంకటరమణ గోవిందా